നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അമരങ്കാവ് ദേവീക്ഷേത്രത്തിലാണ്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴയിൽ നിന്നും പാലാ പോകുന്ന വഴിക്ക് കോലാനി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു 3/4 കിലോമീറ്റർ പോയാൽ ഈ ദേവീക്ഷേത്രത്തിലെത്താം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വനദുർഗയാണ്. നമുക്ക് ഇവിടെ ക്യാമറയ്ക്ക് കുറേ പരിമിതികൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ അമരങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അമരങ്കാവിലേക്കുള്ള പാത ഇടുങ്ങിയതാണ്. രാവും പകലും കരിയില മൂടിയ നിശബ്ദത കാവലിരിക്കുന്ന കാവിലെ മരത്തരപ്പുകളും ചില്ലകളിൽ ഊയലാടുന്ന കിളിക്കൂട്ടങ്ങളും കാട്ടുവള്ളികളുടെ മർമ്മരത്തിലലിയുന്ന തത്തകളുടെ മൊഴിയൊച്ചകളും തണുത്ത കാറ്റും പെരുമ്പാമ്പുകളെ പോലെ കെട്ടുപിണഞ്ഞ് നിലത്തു പടർന്നിഴയുന്ന കാട്ടുവള്ളികളുമെല്ലാം ഇവിടുത്തെ സാധാരണ കാഴ്ചകൾ മാത്രം. കരിയിലകളും കായ്കളും ചുള്ളിക്കമ്പുകളും ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന മരക്കൊമ്പുകളും ജീർണിച്ച് ദ്രവിച്ച് മണ്ണ് ചേർന്ന കട്ടിപ്പുതപ്പണിഞ്ഞു കിടക്കുന്ന 3 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു നിത്യഹരിതവനമാണ് അമരങ്കാവ്. ഹരിതശോഭ ചൂഴ്ന്നു നിൽക്കുന്ന കാവിലെ പച്ചമരങ്ങളുടെ വേരുപടലകളിൽ ഇന്നേ വരെ ആരും മഴുവിൻ്റെ മൂർച്ച പരിശോധിച്ചിട്ടില്ല. കാവിൻ്റെ ഹരിതശോഭയ്ക്കും പരിശുദ്ധിക്കും കളങ്കം വരുത്തുന്നൊന്നും ചെയ്യുവാൻ ആരും തയ്യാറുമല്ല. വനദുർഗയാണ് കാവുകാക്കുന്ന ദേവി. കാവിനു നടുവിലുള്ള മേൽക്കൂരയില്ലാത്ത കോവിലിൽ വരദായിനിയായ ദുർഗ അപേക്ഷിക്കുന്നവർക്കെല്ലാം ഉപേക്ഷ കൂടാതെ അനുഗ്രഹം ചൊരിഞ്ഞ് വാണരുളുന്നു. വനദുർഗയാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും തൊട്ടടുത്തായി ഉപദേവന്മാരായ അന്തിമഹാകാളൻ, ഐലയക്ഷി, ശാസ്താവ്, ദുർഗ, ഭദ്രകാളി എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട്. പ്രധാന കോവിലിനും അനുബന്ധ കോവിലുകൾക്കും ഒന്നും തന്നെ മേൽക്കൂരയില്ല എന്നുള്ളത് എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ്. കരിങ്കല്ല് കെട്ടിപ്പടുത്ത കോവിലിൻ്റെ നടുവിലും മുറ്റത്തും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിലാഖണ്ഡങ്ങളിലും കൊഴിഞ്ഞു വീണു കിടക്കുന്ന കരിയിലകളും കോവിലിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലകളും വള്ളിപ്പടർപ്പുമെല്ലാം അകൃത്രിമമായ ഒരു വനസൗന്ദര്യത്തിൻ്റെ ദർശന സാഫല്യം ഭക്തർക്ക് നൽകുന്നു. കാവിലെ മരങ്ങൾ വെട്ടിക്കൂടാ. മരങ്ങളും മണ്ണും വനദുർഗയുടെ ഉടലാണ്. നാഗങ്ങളെപ്പോലെ മണ്ണിലൂടെ പടർന്നിഴയുന്ന വേരുപടലങ്ങൾ ദുർഗയുടെ കാൽപാദങ്ങളാണ്. കാട്ടുവള്ളികളും മരച്ചില്ലകളും ചുറ്റിപ്പടർന്ന് കയറുന്ന ലതാനികുഞ്ചങ്ങളും ദുർഗയുടെ ചിഗ്രഭാരമാണ്. കുളിർക്കാറ്റ് ദുർഗയുടെ നിശ്വാസവും കാട്ടിലകളുടെ മർമ്മരം ഹൃദയത്തുടിപ്പുമാണ്. ചിതറി വീഴുന്ന കരിയിലകളും കൊഴിയുന്ന ചുള്ളിക്കമ്പുകളും ദുർഗയുടെ പൊഴിയുന്ന മുടിയിഴകളാണെന്ന സങ്കല്പം. കാറ്റിൽ വീഴുന്ന ചില്ലകളും മണ്ണിൽ പതിക്കുന്ന ചുള്ളിക്കമ്പുകളും ആരും എടുത്തുകൂടാ. എല്ലാം മണ്ണിൽ വീണലിഞ്ഞ് ദ്രവിച്ച് ജീർണിച്ച് വൻമരങ്ങളും അവയുടെ തണലിൽ വളരുന്ന സസ്യലതാദികൾക്കും അന്നമാകണം, വളമാകണം. ആ പുല്ലിലും മണ്ണിലും വേരുപടലങ്ങളുടെ അടിയിലും ഉണ്ട് ദുർഗയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ, ദുർഗയുടെ കുടുംബക്കാർ. ചീവീടും ഉറുമ്പും പുഴുക്കളും മണ്ണട്ടകളും മണ്ണിരകളും കുഴിയാനകളും ഓന്തും അണ്ണാനും കീരിയും പല്ലിയും കാട്ടുകോഴിയും വെരുകും, പിന്നെ പേരറിയാൻ വയ്യാത്ത ഒരു 100 തരം കൃമികീടങ്ങളും. അങ്ങനെ ചരാചരങ്ങൾക്കെല്ലാം അഭയവും ആശ്രയവും അന്നവും നൽകുന്ന വരദായിനിയാണ് അമ്മ. കാവിലെ പ്രധാന വഴിപാട് ഗുരുതിയും വലിയ പായസവുമാണ്. പൂജയ്ക്കായി ചെമ്പരത്തിപ്പൂക്കൾ ഉപയോഗിക്കുന്നു. സുഗന്ധപ്പൂക്കൾ ഉപയോഗിക്കുന്ന പതിവില്ല. കോവിലിൻ്റെ മുറ്റത്തുള്ള കൽവിളക്കിൽ ഭക്തജനങ്ങൾക്ക് യഥേഷ്ടം എണ്ണ പകർന്ന് ദീപം തെളിയിക്കാൻ സൗകര്യമുണ്ട്. വരൂ, കുളിർക്കാറ്റ് വനദുർഗയുടെ കീർത്തനമാലപിക്കുന്ന കാവിലെ മരത്തണലുകളിലേക്ക് നമുക്ക് ചേക്കേറാം. അമ്മയുടെ മടിത്തട്ടിൽ തലചാച്ച് നൊമ്പരങ്ങളകറ്റാം. ഈ അമ്മ, ഈ പ്രകൃതി സ്വാന്തനമാണ്, കുളിരാണ്, അല്ലലകറ്റുന്ന ദേവിയാണ്. കയ്യിൽ ആയുധങ്ങളരുത്, മനസ്സിൽ കന്മഷങ്ങളും.